ശിവനും ശക്തിയും ചേർന്നാണ് ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാസരസ്വതി, മഹാലക്ഷ്മി തുടങ്ങിയ സമസ്ത ദേവീദേവന്മാരെയും സൃഷ്ടിച്ചത് എന്ന് ശിവസ്കന്ദ കൂർമ്മ പുരാണങ്ങളിലും ഇതര പുരാണങ്ങളിലും പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് ശിവനെ ആദിദേവൻ, മഹാദേവൻ, ദേവാദിദേവൻ, മഹേശ്വരൻ, പരമേശ്വരൻ, ഭുവനേശ്വരൻ, സദാശിവം, ഓംകാരം, പരബ്രഹ്മമൂർത്തി, മഹാലിംഗേശ്വരൻ, ഈശ്വരൻ, മഹാകാലേശ്വരൻ, ത്രിപുരാന്തകൻ, പഞ്ചവക്ത്രൻ എന്നും, പാർവതിയെ ആദിപരാശക്തി, പ്രകൃതി, മൂലപ്രകൃതി, മഹാദേവി, പരമേശ്വരി, മഹേശ്വരി, ലളിതാ ത്രിപുരസുന്ദരി, മഹാകാളി, നവദുർഗ, ഭുവനേശ്വരി, ഈശ്വരി എന്നീ നാമങ്ങളിൽ വാഴ്ത്തി സ്തുതിക്കുന്നു. അർദ്ധനാരീശ്വരൻ നിർഗുണ പരബ്രഹ്മമായും കണക്കാക്കപ്പെടുന്നു. അതായത് പാർവതിയും ശിവനും ചേർന്ന രൂപം. മഹിഷാസുരനെയും ചണ്ടമുണ്ടന്മാരെയും രക്തബീജനെയും ശുംഭനിസുംഭന്മാരെയും വധിച്ചത് ശ്രീ പാർവതിയാണ് എന്ന് സ്കന്ദകൂർമ്മ പുരാണങ്ങൾ പറയുന്നു. ദുർഗമാസരനെ വധിച്ചതിനാലാണ് പാർവതിക്ക് ദുർഗ, ശാകംബരി, ശതാക്ഷി എന്നീ പേരുകൾ ലഭിച്ചത് എന്ന് ദേവി ഭാഗവതം പറയുന്നു. കാളികാ പുരാണത്തിൽ ശിവപത്നിയായ മഹാകാളിയുടെ സ്വാത്വിക ഭാവമാണ് പാർവതി. മഹാകാളദേവനായ ശിവന്റെ ശക്തിയാണ് മഹാകാളി. ആഹാരം നൽകുന്ന രൂപത്തിൽ കയ്യിൽ കോരികയുമായി നിൽക്കുന്ന പാർവതി ദേവിയെ അന്നപൂർണേശ്വരി എന്ന് വിളിക്കുന്നു. ദേവി ഭാഗവതത്തിൽ ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആദിപരാശക്തി പാശാങ്കുശങ്ങൾ ധരിച്ച് വരദാഭയമുദ്രയോടെ നിൽക്കുന്ന ഭുവനേശ്വരി ദേവിയാണ്. ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുരനെ വധിക്കുന്ന ശിവകാമേശ്വരന്റെ അർദ്ധാംഗനിയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ശ്രീ പാർവതിയുടെ മൂലരൂപമാണ്. ശിവപുരാണത്തിൽ ശിവനും അന്നം വിളമ്പുന്ന അന്നപൂർണയും പാർവതിയുടെ മാതൃവാത്സല്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. പാർവതീദേവി ശക്തിയുടെ ഭഗവതിയായി കണക്കാക്കപ്പെടുന്നു. പാർവതീദേവി എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നു. പാർവതീദേവിയല്ലാതെ എല്ലാ ജീവജാലങ്ങളും ജഡാവസ്ഥയിലായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.